ഹരേ കൃഷ്ണ. ഭഗവത് കൃപയാൽ അനുഗ്രഹീതമായ ഈ പുണ്യദിനത്തിൽ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിനുള്ളിൽ വിരിഞ്ഞ ഒരു അപൂർവ ലീലാ നിമിഷത്തിലേക്കാണ് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നത്. ഉച്ചപൂജയ്ക്ക് ഭഗവാന്റെ വിഗ്രഹത്തിന് ചാർത്തിയ കളഭാലങ്കാരം കാണാൻ ഭക്ത മനസ്സുകൾക്ക് എന്തൊരു ആനന്ദമാണ് എന്നറിയോ. ഒരു കുഞ്ഞുണ്ണിയായി വെണ്ണക്കൊതിയനായി അമ്പാടിയുടെ കള്ളക്കണ്ണനായിട്ട് ഭഗവാൻ ഇന്ന് ശ്രീകോവിലിൽ പുഞ്ചിരി തൂകി നിൽക്കുമായിരുന്നു. ഈ അലങ്കാരം കേവലം മണ്ണിലെ ഒരു രൂപമല്ല, മറിച്ച് ഭക്തൻ്റെ ഹൃദയത്തിലെ പ്രേമരസത്തെ തൊട്ടുണർത്തുന്ന ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ബാഹ്യരൂപമാണ്. യശോദമ്മയുടെ വാത്സല്യത്തിന് മുന്നിൽ സ്വയം അലിഞ്ഞുപോയ ആ പരബ്രഹ്മം ഇന്ന് ഗുരുവായൂരിലെ ഭക്ത കോടികൾക്ക് മുന്നിൽ വെണ്ണ കട്ടെടുക്കുന്ന ഭാവത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. പൊന്നുണ്ണിയുടെ നിൽപ്പ് അതിമനോഹരാണ്. തൻ്റെ വലതുകാല് ചെറുതായൊന്ന് ഏന്തി പിടിച്ച് ഇടതുകാല് നിലത്ത് അമർത്തി ചവിട്ടിയാണ് ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. രണ്ട് കുഞ്ഞു കാലുകളിലും പൊൻതളകൾ ചാർത്തിയിരിക്കുന്നു. ഭഗവാൻ തൻ്റെ കുഞ്ഞിക്കാല് പൊക്കുമ്പോൾ ആ പൊൻതളകൾ ഇളകി മറിയുന്ന ആ കൗതുകമുണ്ടല്ലോ, അത് ഭക്ത മനസ്സുകളിൽ അനുഭൂതി നിറയ്ക്കുകയാണ്. പട്ടുടുത്ത് അമ്പാടിയിലെ കൊമ്പനാനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മിടുമിടുക്കനായുള്ള ഉണ്ണിക്കണ്ണനാണ് ഇന്നത്തെ അലങ്കാരം. ഭഗവാന്റെ ഇടതുഭാഗത്തായിട്ട് ഒരു ഉറിയിൽ വെണ്ണക്കുടം തൂക്കിയിട്ടുണ്ട്. മറ്റാരും കാണണില്ല എന്ന് ഉറപ്പുവരുത്താൻ തിരുമുഖത്ത് ആ കള്ളച്ചിരിയുമായിട്ട് ഭഗവാൻ ഇടത് കൈകൊണ്ട് ആ വെണ്ണക്കുടം ചെറുതായൊന്ന് ചരിച്ചു പിടിച്ചിരിക്കുകയാണ്. വലത് കൈയിലെ ഓടക്കുഴലിൽ പറ്റിപ്പിടിച്ച് വലതുകാല് ചെറുതായൊന്നേന്തി ആ ഉറിയിലെ വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ കട്ടെടുക്കാൻ ഭാവിക്കുന്ന രൂപമാണ് ഇന്ന് ഗുരുവായൂർ ശ്രീലകത്ത് വിളങ്ങുന്നത്. ഭഗവാൻ വെണ്ണ മോഷ്ടിക്കുന്നത് വെറും ഒരു കള്ളത്തരൊന്നുമല്ല, അത് ഭക്തൻ്റെ ഹൃദയമാകുന്ന നിർമ്മലമായ വെണ്ണയെ ഭഗവാൻ കവർന്നെടുക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമാണ്. ലൗകിക ചിന്തകളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിച്ച് ഈശ്വരനിലേക്ക് മാത്രം ആ മനസ്സ് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ ആ ഹൃദയത്തെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണു എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. യശോദമ്മ അതീവ വാത്സല്യത്തോടെ ഒരുക്കിയതുപോലെയാണ് കണ്ണൻ്റെ ഇന്നത്തെ രൂപം. കഴുത്തിൽ തിളങ്ങണ മാങ്ങമാലയും മണിവർണ്ണൻ മാലയും കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന വലയം പോലുള്ള മാലകളും എല്ലാം ഉണ്ട്. കൈകളിൽ കുഞ്ഞു വളകളും തോളുകളിൽ തോൾവളകളും ശോഭിക്കുന്നുണ്ട്. കുഞ്ഞു ചെവികളിൽ തിളങ്ങുന്ന ചെവിപ്പൂക്കളും നെറ്റിയിൽ സ്വർണ്ണഗോപിയും അണിഞ്ഞിരിക്കുന്നു. ആ കള്ളത്തരം നിറഞ്ഞ കണ്ണുകളിലും മുഖത്ത് വിരിയണ മന്ദഹാസം ഭക്തൻ്റെ സമസ്ത ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ പോകുന്ന ഒന്നാണ്. മായയുടെ ലോകത്ത് നാം അണിയുന്ന അഹങ്കാരങ്ങളാകുന്ന ആഭരണങ്ങളെല്ലാം ഭഗവാന്റെ ദിവ്യരൂപത്തിന് മുന്നിൽ നമ്മൾ സമർപ്പിക്കണം എന്നാണ്. ഭഗവാന്റെ മുഖത്തെ കള്ളച്ചിരി പ്രപഞ്ചലീലകളുടെ ആകെ തുകയാണ്. ഞാൻ ഈ പ്രപഞ്ച നാടകത്തിൻ്റെ സൂത്രധാരനാണ്, എങ്കിലും ഭക്തർക്കായി ഞാനിതാ ഒരു ഉണ്ണിയായി മാറണു എന്ന പരമമായ സന്ദേശമാണ് നമുക്ക് നൽകണത്. ഭഗവാന്റെ പൊന്നിൻ കിരീടത്തിന് മുകളിലായിട്ട് തെച്ചിയും തുളസിയും വെളുത്ത പൂക്കളും കൊണ്ട് തീർത്ത 2 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. തിരുമാറിലേക്ക് വീണ് കിടക്കുന്ന രൂപത്തിൽ വലിയ 2 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് വെളുത്ത പൂക്കളും തുളസിയും തെച്ചിയും നിറച്ച് കെട്ടിയെടുത്തിട്ടുള്ളതാണെങ്കിൽ മറ്റത് തെച്ചി, തുളസി, വെളുത്ത പൂവ്, താമര എന്നീ 4 പൂക്കൾ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ശ്രീകോവിലിനുള്ളിൽ വിധാനമായിട്ട് 7ഓളം മനോഹരമായ ഉണ്ടമാലകൾ വേറെയും തൂക്കിയിട്ടുണ്ട്. തെച്ചിയും തുളസിയും മാത്രമായിട്ട് 2 എണ്ണം, വെളുത്ത പൂവും തുളസിയുമായിട്ട് 2 എണ്ണം, താമരയും തുളസിയുമായിട്ട് 2 എണ്ണം, അങ്ങനെ പിന്നെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണ തുളസി മാത്രം ഗട്ടിയായിട്ട് കോർത്തിട്ടുള്ള ഒരെണ്ണമുണ്ട്. തുളസി സമർപ്പണം ഭഗവാന് ഭക്തിയുടെ പരകോടിയാണ്. വെളുത്ത പൂവ് സ്വത്തിക ഭാവത്തെയും താമര ഹൃദയകമലത്തെയും തെച്ചിപ്പൂവ് ഭക്തിയുടെ തീക്ഷ്ണതയെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ പുഷ്പങ്ങൾ പോലെ നമ്മുടെ വികാരങ്ങളെയും ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കാൻ നമ്മളെ ഈ കാഴ്ച പ്രേരിപ്പിക്കുകയാണ്.
വെണ്ണ കട്ടെടുക്കുന്ന കുഞ്ഞുണ്ണിയുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ ഹൃദയം സമർപ്പിക്കാം. ആ കുഞ്ഞിക്കാലുകളിലെ തളകളെ 2 കൈകൊണ്ടും മുറുകെ പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഈ കലിയുഗത്തിൽ ഭഗവാനിലേക്ക് എത്തുവാൻ നാമജപല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഭഗവാനിലേക്ക് ഒരടി വയ്ക്കുമ്പോൾ ഭഗവാൻ നമ്മിലേക്ക് 10 അടി മുന്നോട്ട് വരും എന്നുള്ളതാണ്. എപ്പോഴും കൂടെ ഉണ്ടാവണേ എന്ന പ്രാർത്ഥന നമുക്ക് ഭഗവാന്റെ കാൽക്കൽ സർവവും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാരായണ നാമം ജപിക്കാം. നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ.